ഞാൻ അതിനെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നു. പലപ്പോഴും നമ്മുടെ രീതികൾ, നമ്മൾ മാനസികമായിട്ടുള്ള അപ്രോച്ച്, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇടപെടുമ്പോഴാണേ പോലും പലപ്പോഴും നമ്മുടെ അപ്രോച്ചിന് വലിയ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ ഒരു ചിന്താഗതി ഇതാണ്: മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് സുവിശേഷം പറയുമ്പോഴോ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു മനോഭാവം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ശരി, നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാ, അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ മാറ്റി ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് തെറ്റ്, ഞങ്ങൾ വിശ്വസിക്കുന്നത് ശരി, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഉപേക്ഷിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം വിശ്വസിക്കണം എന്നുള്ളൊരു അപ്രോച്ചാണ്. അതിൻ്റെ പ്രശ്നം ഇതേ ഉള്ളൂ, നമ്മുടെ സംസാരത്തിലും അത് വരും. നമ്മൾ ആൾക്കാരോട് ഇടപെടുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോഴും ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സംസാരം. അപ്പം നമ്മൾ എങ്ങനെങ്കിലും അവരുടെ ചിന്തകൾ, അവരുടെ വിശ്വാസം, അവരുടെ രീതികളെ നമ്മൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ലൈറ്റിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഇച്ചിരി പോസിറ്റീവാണെന്ന് കാണിക്കാനുള്ള ശ്രമം, ഒരു കമ്പാരിസനാണ് പലപ്പോഴും. യേശു ചെയ്ത അപ്രോച്ചിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശുവിൻ്റെ രീതി വ്യത്യസ്തമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ടിപ്പിക്കൽ അപ്രോച്ച് ഈ രീതിയിലാണ്. എന്നാലും യേശു ചെയ്ത എന്തുവാണ്? യേശു ഓരോ വ്യക്തികളുമായിട്ട് പരിചയപ്പെടുമ്പോൾ, ഓരോ വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ എന്തുവാണോ അതിന് തക്കവണ്ണം യേശു പ്രതികരിച്ചു. നീ തെറ്റാ, ഞാനാ ശരി, ആ ഒരു അപ്രോച്ച് അല്ല. അത് പരീശന്മാരോട് അങ്ങനെ ചെയ്തു, അത് വേറെ കാര്യം. മനസ്സിലായി? കപടഭക്തിക്കാരോട് അങ്ങനെ വളരെ കർശനമായിട്ട് യേശു സംസാരിച്ചു, അത് വേറെ വിഷയം. എന്നാലും പാപത്തിലായിരിക്കുന്ന ജനങ്ങൾ, കഷ്ടതയിലായിരിക്കുന്ന ജനങ്ങൾ, വേദനയിലായിരിക്കുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിലെ ആ പ്രയാസത്തിൻ്റെ മധ്യേ തകർന്നിരിക്കുന്ന ജനങ്ങളോട് യേശുവിൻ്റെ അപ്രോച്ച്, യേശുവിൻ്റെ രീതി വ്യത്യസ്തമായിട്ടായിരുന്നു. യേശു എന്ത് ചെയ്തു? ഒരു കൂട്ടം ജനങ്ങൾ ഇടയനില്ലാത്ത ആടിനെ പോലെ ഇങ്ങനെ അലഞ്ഞു നിൽക്കുന്ന കണ്ടു. യേശു എന്ത് ചെയ്തു? മനസ്സലിവ് തോന്നി. യേശു അവരുടെ എതിരെ വിരൽ ചൂണ്ടിയില്ല, അതിന് പകരം എന്ത് ചെയ്തു? മനസ്സലിവ് തോന്നി. അവരുടെ പാപികളുണ്ടായിരുന്നോ? മദ്യപാനികളുണ്ടായിരുന്നോ? അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നവരുണ്ടായിരുന്നോ? ആ ജനങ്ങളുടെ ഇടയിൽ പല രീതിയിലും പാപത്തിൽ അകപ്പെട്ട ജനങ്ങളുണ്ടായിരുന്നോ? ജീവിതം തകർന്ന ജനങ്ങളുണ്ടായിരുന്നോ? അതെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് ഇന്നുമുണ്ട്. നമ്മൾ പലപ്പോഴും അവരെ ഒരു ജഡ്ജ്മെൻ്റലായിട്ടുള്ള രീതി കണ്ടിട്ട് ഞങ്ങളെല്ലാം ശരിയാ, നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കണം എന്നുള്ളൊരു അപ്രോച്ച്. എന്നാൽ യേശു ചെയ്തത്, യേശു അവരോട് കമ്പാഷൻ, യേശു അവരോട് മനസ്സലിവ് തോന്നി. വ്യത്യസ്തമായിട്ടൊരു രീതിയിലായിരുന്നു. എല്ലാ പ്രാവശ്യവും യേശു ജനങ്ങളുമായിട്ട് ഇടപെട്ടപ്പോൾ ഈ ഒരു മനോഭാവമായിരുന്നു. ജനങ്ങളിൽ നിന്നൊന്നും യേശുവിന് കിട്ടാനില്ല, യേശു അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാനായിരുന്നു. ഒരു തച്ചൻ്റെ മകന് യേശു ഓരോ സിനഗോഗിൽ, ദേവാലയങ്ങളിൽ ശുശ്രൂഷിച്ചു, ദൈവവചനം പറഞ്ഞു. അപ്പം മറിയയും യോസഫിനെയും അവരുടെ കുടുംബത്തിനെയും അറിയാമെന്ന് ജനങ്ങൾ പറഞ്ഞു, ഇവൻ ആരാ? ഇവൻ എവിടുന്ന് കിട്ടി ജ്ഞാനം? ഇവൻ എവിടുന്ന് കിട്ടി ശക്തി? ഓ, ഇതെല്ലാം വെറുതെയാ എന്നുള്ളൊരു മനോഭാവത്തോട്ട് ആൾക്കാർ നോക്കി. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യേശുവിന് ഒരു പ്രവൃത്തിയും ചെയ്യാൻ ഒത്തില്ല. വചനത്തിൽ പറഞ്ഞേക്കുന്ന അവരുടെ അവിശ്വാസം മുഖാന്തരം, because of their unbelief he could not do many works there. അത് യേശു ആ വചനത്തിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. എന്നാലും യേശുവിൻ്റെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? ഞാൻ വന്ന് നിങ്ങളെ ശരിയാക്കാൻ പോവാ, ആ അപ്രോച്ച് അല്ലായിരുന്നു. യേശുവിൻ്റെ അപ്രോച്ച് ഇതായിരുന്നു, ഒരു കമ്പാഷനോടുള്ള അപ്രോച്ചായിരുന്നു. ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ രോഗസൗഖ്യം ആവശ്യമുണ്ടായിരുന്നു, യേശു അത് ചെയ്തു കൊടുത്തു. ചിലർക്ക് ഭൂതം ബാധിച്ച്
അവരുടെ ഭവനം മുഴുവനും ബന്ധിക്കപ്പെട്ട അവസ്ഥയായിരുന്നു. യേശു അവരെ വിടുവിച്ചു. കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കി. ഓരോ ആവശ്യങ്ങൾ, അവരുടെ ആവശ്യം അനുസരിച്ച് യേശു ആ നീഡ് അനുസരിച്ച് പ്രവർത്തിച്ച് അവർക്കൊരു രൂപാന്തരം വരുത്തി. ഒരു റിസീവിങ് മോഡല്ല, ഒരു ഗിവിങ് മോഡായിരുന്നു. ഏത് ആവശ്യങ്ങളായിരുന്നു. മത്തായിയുടെ സുവിശേഷം അതിന് 10-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ യേശു വളരെ സിമ്പിളായിട്ടൊരു കാര്യം അവിടെ ശിഷ്യന്മാരോടൊന്ന് പറഞ്ഞു. അതൊന്ന് വായിക്കാമോ? മത്തായി 10:8. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. യേശു ശിഷ്യന്മാരോട് പറയുക, സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായിട്ട് നിങ്ങൾ കൊടുക്കാൻ. എന്തുവാ അവർ സൗജന്യമായിട്ട് ലഭിച്ചത്? യേശു അവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് UPI വഴി എന്തെങ്കിലും ഒരു തുക ഇട്ട് കൊടുത്തോ? എന്തുവാ അവർ സൗജന്യമായിട്ട് ലഭിച്ചത്? ചിന്തിച്ചു നോക്കിയ. ശിഷ്യന്മാരോട് യേശു പറയുന്നത്, ഇത് മത്തായി ആണല്ലോ. അപ്പം 12 ശിഷ്യന്മാരോടാണ് യേശു പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 72 ശിഷ്യന്മാരോട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തു അവർക്ക് കിട്ടിയത്? സോറി, ഞാൻ നമ്മളോട് തന്നെ ചോദിക്കട്ടെ. നിങ്ങളോടൊന്നും ഞാൻ പറയുന്നില്ല, എന്നോടുള്ള ചോദ്യമാണ്. നമുക്കെന്ത് കിട്ടി? യേശുവിനെ അനുഗമിച്ചു, യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. ബിജുലാൽ പാസ്റ്റർ ഇവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞില്ലേ, ഇന്ന കാര്യങ്ങൾ, വാക്കുകൾ മറന്നുപോയി, അത് വിട്ട് ഞാൻ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു, അങ്ങനെ കണ്ട വാക്ക് പറഞ്ഞല്ലേ. ഓക്കെ. അപ്പം ഒരു കാര്യം ആ സമൂഹത്തിൽ അത് വളരെ മൂല്യമായിട്ട് കാണുന്ന കാര്യങ്ങൾ അല്ലേ, വളരെ മൂല്യമെന്ന് കാണുന്ന കാര്യങ്ങൾ അത് ഉപേക്ഷിച്ച് അത് വിട്ട് മാറി വേറെ ഒരു കാര്യത്തിലോട്ട് വന്നു. ഈ വേറെ ഒരു കാര്യത്തിലോട്ട് വന്നപ്പോൾ എന്ത് കിട്ടി? നമ്മളിനിയും ഒരു വിരൽ ചൂണ്ടി ഓരോരുത്തരോട് തന്നെ ചോദിച്ചാട്ട്, എനിക്ക് എന്ത് കിട്ടി? യേശുവിനെ അനുഗമിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടി? എൻ്റെ കുടുംബത്തിന് എന്ത് കിട്ടി? ശിഷ്യന്മാർക്ക് എന്ത് കിട്ടി? അവർക്ക് പണം കിട്ടിയോ? പൊസിഷൻ കിട്ടിയോ? മാനം കിട്ടിയോ? സമൂഹത്തിൽ ആൾക്കാരെല്ലാവരും കാണുമ്പോൾ ശിഷ്യന്മാർ, സ്റ്റാറ്റസ് കിട്ടിയോ? എന്ത് ശിഷ്യന്മാർക്ക് കിട്ടി? ഈ 12 ശിഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ അവസാനം എങ്ങനെയായിരുന്നു? ഇഷ്ടം പോലെ അടിയും തല്ലും കിട്ടി അവസാനം മരിച്ചത് രക്തസാക്ഷികളായിട്ട് മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ഒരാളൊഴിച്ച് ചരിത്രം പ്രകാരം. ആ വ്യക്തിയുടെ ജീവിതം ഭയങ്കര കഷ്ടമായിരുന്നു. ഇവരെ ഒന്നിരുത്തി നമ്മൾ ചോദിച്ചെന്നിരിക്കട്ടെ. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പം എനിക്ക് തന്നെ, നമുക്ക് തന്നെ അതിൻ്റെ ഉത്തരം പറയാൻ പാടുപെടും അല്ലേ. അപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ ശിഷ്യന്മാരെ കണ്ടിട്ട് അവരെ നിർത്തിയിട്ട് ഇവരെ ഫ്രണ്ട് റോയിൽ നിർത്തിയിട്ട് ആ 12 ശിഷ്യന്മാരോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് കിട്ടി? ഏതോ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ വിട്ട് അകന്ന് വേറെ ഒരു കാര്യത്തിലൂടെ നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്തു. ഓക്കെ, ശരി, നിങ്ങൾക്ക് എന്ത് കിട്ടി? ലോകം നോക്കുമ്പോൾ ഇവര് ലോകത്തിലുള്ള മനുഷ്യരെക്കാട്ടിൽ ഏറ്റവും വലിയ ഭോഷന്മാരാണ്. കാരണം അവരുടെ രീതിയിൽ ഒരു സ്വസ്ഥമായിട്ടുള്ള, സ്റ്റേബിളായിട്ടുള്ള, ഒരു സ്ഥിരതയുള്ള, സിമ്പിളായിട്ടുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു. അത് ഉപേക്ഷിച്ചിട്ട് ഈ ഒരു യേശു എന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് കണ്ടോ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു കണ്ടിയോ? കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, തല്ല്, അടി, കല്ലേറ്, അവസാനം അവരുടെ മരണം, അവരുടെ അന്ത്യം കണ്ടില്ലയോ? ഇത്രയും പ്രയാസമായിട്ടുള്ളൊരു ജീവിതം ജീവിച്ചെന്ന് മാത്രമല്ല, അവസാനം ഇങ്ങനെ അവസാനിച്ചല്ലോ. അപ്പോഴെന്ത് കിട്ടി ശിഷ്യന്മാരോട് നമ്മൾ ചോദിച്ചാൽ?
ഒരു പ്രാവശ്യം ശിഷ്യന്മാർ വളരെ പ്രയാസപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. അനേക ജനങ്ങൾ യേശുവിനെ കേൾക്കാൻ, യേശുവിൻ്റെ ശുശ്രൂഷ അനുഭവിക്കാൻ അവിടെ ഓടി വന്നു. അത് കഴിഞ്ഞപ്പം യേശു പറഞ്ഞ ചില വാക്കുകൾ അവർക്ക് ഇഷ്ടപ്പെടാതെ മുഖാന്തരം അവരുടെ ഇടയിൽ സംസാരമുണ്ടായിട്ട് എന്ത് ചെയ്തു? ഓരോരുത്തരായിട്ട് വിട്ടുപോയി. എല്ലാവരും വിട്ടു. സാധാരണ യേശുവിൻ്റെ അടുത്ത് കൂടി വരുന്ന ജനങ്ങൾ 2-3 പേരൊന്നും അല്ല, അല്ലേ? ആയിരങ്ങൾ കൂടി വരിക. ഇവരെന്ത് ചെയ്തു? ഇവരെല്ലാവരും പോയി. അവസാനം യേശുവും ഈ 12 ശിഷ്യന്മാരും മാത്രം അവിടെ നിൽപ്പുണ്ട്. ഇവർ പോകുമ്പോഴും വചനത്തിൽ യേശു അവരോടൊന്നും പറയുന്നതായിട്ട് കാണുന്നില്ല. ശ്രദ്ധിച്ചു നോക്കണം. സുവിശേഷങ്ങളെടുത്ത് വായിച്ചു, യേശു അവരോടൊന്നും പറയുന്നില്ല. ഞാൻ നിങ്ങളെ ഇത്രയും സൗഖ്യമാക്കി, നിങ്ങൾക്ക് ആഹാരം വേണ്ടി അത്ഭുതകരമായിട്ട് ചെയ്തു, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നു ചെയ്തു, എന്നിട്ട് നിങ്ങൾ വിട്ടു പോവാന്നോ എന്ന് യേശു ഒരു വാക്ക് പോലും പറയാതെ ശാന്തമായിട്ട് അവിടെ നിന്നു. അല്ലെങ്കിൽ അവിടെ ഒന്നും പറയുന്നതായിട്ട് കാണുന്നില്ല. എല്ലാവരും പോയി. അവസാനം ഈ 12 ശിഷ്യന്മാർ മാത്രം അവിടെ നിൽപ്പുണ്ട്. യേശു തിരിഞ്ഞ് ആ 12 ശിഷ്യന്മാരോട് ചോദിച്ചു, പോകുന്നോ? അവരോട് ചോദിച്ചു, പോകുന്നോ? നിങ്ങളും പോകുന്നോ? പോവാന്നേ പോയിക്കോ. യേശുവിനോട് പലപ്പോഴും ശിഷ്യന്മാർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, കർത്താവേ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടി? ഞങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ യേശു അവരോട് ചോദിക്കുന്നു, നിങ്ങൾ പോന്നോ? പോയിക്കോ. അവരങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവാറും നോക്കി കാണും. നമുക്ക് അതിൻ്റെ വീഡിയോ ഇല്ല, അതിൻ്റെ ഒരു റെക്കോർഡൊന്നും ഇല്ല. എന്നാലും യേശു ചോദിക്കുന്നതും ആ ഒരാൾ പത്രോസ് അവിടെ കയറി ഒരു ഉത്തരം പറയുന്നു. Where can we go? You have the words of eternal life. ഞങ്ങൾ എവിടെ പോകാനാ? അതിൻ്റെ മലയാളം എനിക്ക് ഓർമ്മയില്ല. എന്നാലും നിത്യജീവൻ്റെ മൊഴികൾ അങ്ങയുടെ കാര്യങ്ങളാണെന്നല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് എന്ത് കിട്ടി? എനിക്ക് എന്ത് കിട്ടി? ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിച്ച് ഈ സുവിശേഷ വേലയുടെ കാര്യം പറയുമല്ല, ഈ യേശുവിൻ്റെ ശിഷ്യനായി തീരാൻ വേണ്ടി, യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കാൻ, യേശുവിനെ സ്നേഹിക്കാൻ, യേശുവിന് വേണ്ടിയുള്ളൊരു ജീവിതം സമർപ്പിച്ച് ഞാൻ ഇറങ്ങിയിട്ട് എനിക്ക് എന്ത് കിട്ടി? മത്തായിയുടെ സുവിശേഷം 10:8 വാക്യത്തിൽ യേശു പറയുന്നു, ഫ്രീലി യു ഹാവ് റിസീവ്ഡ്, ഫ്രീലി ഗിവ്. മലയാളത്തിൽ സൗജന്യമായിട്ട് ലഭിച്ചു, അല്ലേ? സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായിട്ട് നിങ്ങൾ കൊടുക്കുവിൻ. എന്തുവാ സൗജന്യമായിട്ട് ലഭിച്ചത്? യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരെയും, അന്നുണ്ടായിരുന്ന ജനങ്ങൾ, യഹൂദന്മാരുണ്ടായിരുന്നു, മറ്റ് ജാതിയിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, റോമ പടയാളികളും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെ എല്ലാവരും യേശു ക്ഷണിച്ചത് ദൈവരാജ്യത്തിലേക്കാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഓരോ ഉപമകൾ എടുത്തു നോക്കിയേ. യേശു അവരോട് ദൈവരാജ്യം എങ്ങനാ എന്ന് എടുത്ത് കാണിക്കാൻ നോക്കുക. ഒന്ന് വായിച്ചു നോക്ക്. 4 സുവിശേഷങ്ങൾ എടുത്തിട്ട് യേശു ഓരോ പ്രാവശ്യം ഉപമകൾ പറയുമ്പോഴും യേശു വളരെ ക്ലിയറായിട്ട് പറയുന്നു, ഞാൻ എങ്ങനെ നിങ്ങളോട് ദൈവരാജ്യത്തെക്കുറിച്ച് പറയാം? ദൈവരാജ്യം ഇങ്ങനാണ്. അല്ലെങ്കിൽ യേശു പറയും, ഏത് ഉപമ കൊണ്ടാണ് ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു ഒപ്പിക്കാൻ നോക്കുന്നത്? ഓക്കെ, ദൈവരാജ്യം ഇങ്ങനാണ്. ഓരോ ഉപമകളാണ് പറഞ്ഞു കൊടുത്തു. ദൈവരാജ്യം അവരാരും അനുഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം, അവരാരും പോയിട്ടില്ലാത്ത ഒരു സ്ഥലം, ഒരു അനുഭവത്തെക്കുറിച്ച് യേശു പറയുമ്പോൾ യേശു അനേകം ഉപമകൾ ഉപയോഗിച്ചു. അതുമാത്രമല്ല, യേശു അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത് എന്തിനാണെന്നറിയാമോ? യേശു വലിയ പുള്ളിയാണെന്ന് കാണിക്കാനല്ല. യേശുവിന് എപ്പോഴും അറിയാം യേശു ആരാന്ന്. ആരും യേശുവിനെ പൊക്കേണ്ട ആവശ്യമല്ല, യേശുവിന് എപ്പോഴും അറിയാം. എന്തിനാണ് യേശു ഈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തത്? 2 പേര് അറിയട്ടെ ഞാൻ ആരാന്ന്? അതൊന്നും അല്ലായിരുന്നു. വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. യേശു പറഞ്ഞു, ഞാൻ ഈ ചെയ്യുന്ന അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ആണെങ്കിൽ അതൊരു തെളിവാണ്. എന്തൊരു തെളിവ്? ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് തെളിവാണ്. ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് തെളിവാണ്. യേശു ദൈവരാജ്യം എങ്ങനെ
അതിൻ്റെ രീതികൾ എങ്ങനെയാണ്, അതിൻ്റെ മനോഭാവങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു, അതിൻ്റെ എവിഡൻസായിട്ട് ചെയ്തു. ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് കാണിക്കാൻ. പിന്നെ ഏത് രീതിയിലായിരിക്കും ദൈവരാജ്യം, ഏത് രീതിയിലാണ് ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഈ ഉപമകൾ യേശു പറഞ്ഞു കൊടുത്തു. അപ്പം ഈ ചോദ്യത്തോട് മടങ്ങി വരട്ടെ, ഈ ശിഷ്യന്മാർക്ക് എന്ത് കിട്ടി? നിത്യജീവൻ കിട്ടി. എങ്ങനെ നിത്യജീവൻ കിട്ടി? ഈ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി തീർന്നത്. എന്നാലും ഈ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായിത്തീരുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ദൈവരാജ്യത്തിലുള്ള ആൾക്കാരുടെ പ്രവൃത്തിയുടെ ഒരു രീതിയുണ്ട്, ഒരു മനോഭാവമുണ്ട്, ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം അല്ലെങ്കിൽ ആ രീതി എങ്ങനെയാണെന്നറിയാം? ഫ്രീലി യു ഹാവ് റിസീവ്ഡ്, ഫ്രീലി ഗിവ്. സൗജന്യമായിട്ട് ലഭിച്ചു, സൗജന്യമായിട്ട് കൊടുക്കുവിൻ. യേശുവിനെ കണ്ടില്ലയോ? എന്തെങ്കിലും പോക്കറ്റിലുണ്ടോ, എന്തെങ്കിലും കയ്യിലുണ്ടോ? ഒന്നുമില്ലാത്തവനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുമല്ലയോ? ചിന്തിച്ച് ചോദിക്കേ. എങ്ങനോ ഈ 12 ശിഷ്യന്മാർ, ഈ 13 പേര് ഒരുമിച്ച് നടക്കുന്നു. എങ്ങനോ അവർ 3 നേരം ആഹാരം കഴിച്ചോന്ന് പോലും അറിയത്തില്ല. എന്തോരം ആഹാരം കഴിക്കണം, എവിടൊക്കെ കിടക്കും. ഇങ്ങനെ 3-3.5 വർഷം ഇങ്ങനെ ആ ദേശം മുഴുവൻ അലഞ്ഞു നടക്കുക അല്ലേ? എന്തിന്? ദൈവരാജ്യത്തെ കാണിക്കാൻ. ആ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രവേശനം അവർക്ക് കിട്ടി. അതിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിതാണ് ഫ്രീലി യു ഹാവ് റിസീവ്ഡ്, ഫ്രീലി ഗിവ്. യേശുവിൻ്റെ ജീവിതം അതിൻ്റെ ഒരു സിമ്പിൾ ഡെമോൺസ്ട്രേഷൻ മാത്രമായിരുന്നു. യേശുവിൻ്റെ ജീവിതം ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിളായിരുന്നു. അപ്പം നമ്മൾ സുവിശേഷീകരണം എന്ന് പറയുന്നത് ഈ മൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രഭാഷകൻ്റെ അതൊന്നുമല്ല സുവിശേഷീകരണം. അതിനപ്പുറം യേശുവിൻ്റെ ജീവിതത്തിൽ യേശു നമുക്ക് വേണ്ടി കാണിച്ചു തന്ന ആ ഒരു എക്സാമ്പിൾ ഇതാണ്. ഫ്രീലി യു ഹാവ് റിസീവ്ഡ്. എന്ത് കിട്ടി? എനിക്ക് ദൈവരാജ്യം കിട്ടി, നിത്യജീവൻ കിട്ടി, ദൈവപാലിലാകാൻ വേണ്ടി ഒരു അവകാശം കിട്ടി, എൻ്റെ പാപങ്ങളും മോചിച്ചു തന്നു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, ഒരു യാഗമായി തീർന്നു. അത് മുഖാന്തരം എൻ്റെ പാപങ്ങളും എൻ്റെ ലംഘനങ്ങളും എല്ലാം മായ്ച്ചു കിട്ടി. ഇനി ഞാനിപ്പോഴൊരു ദൈവ പൈതലാണ്. അതുമാത്രമല്ല, ആ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, ദൈവത്തിൻ്റെ മകളാണെങ്കിൽ ആ ദൈവത്തിൻ്റെ പൂർണ്ണ അധികാരവും മക്കൾക്കുണ്ട്. സ്തോത്രം. ആ ദൈവത്തിൻ്റെ പൂർണ്ണ അധികാരവും ദൈവത്തിൻ്റെ മക്കൾക്കുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ ആൾക്കാരോട് ഇടപെടാൻ. മറ്റുള്ളവരായിട്ട് ഇടപെടുന്നത് സാധാരണ ലോകത്തിലുള്ള മനുഷ്യരെ പോലെ നമ്മൾ ഇടപെടാൻ ഒക്കത്തില്ല. ദൈവരാജ്യത്തിൻ്റെ ഒരു പൈതൽ എന്നുള്ള രീതിയിൽ വേണം ആൾക്കാരുമായിട്ട് ഇടപെടാൻ. സ്തോത്രം. മറ്റുള്ളവരുടെ ശുശ്രൂഷയിൽ ആൾക്കാരുടെ മനോഭാവം മനസ്സിലാക്കി, അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മനസ്സിലാക്കി നമ്മൾ അവരോട് ശുശ്രൂഷിക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. എന്നാലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. കാരണം നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ ഇങ്ങനെ കൂടി കിടക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ യേശുവിനോട് ചോദിക്കുക, യേശുവേ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ കിടക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യാനാണ് കർത്താവേ? യേശുവിൻ്റെ ജീവിതം ഒന്ന് നോക്കിയേ. ജീവിതത്തിൻ്റെ അവസാനം വരെ ആ സമൂഹത്തിലുള്ള ആൾക്കാർ യേശുവിനെ പറഞ്ഞു അപ്പനില്ലാത്തവനാന്ന് പറഞ്ഞുകൊണ്ട് നടന്ന. അപ്പൻ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല, പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് പറയാൻ ഒക്കുന്നതിൽ ഏറ്റവും വളരെ ഹീനമായിട്ടുള്ളൊരു വാക്കുകളാണ്. യേശുവിനോട് പബ്ലിക്കായിട്ട് പറഞ്ഞത് അപ്പൻ ആരാന്ന് ഞങ്ങൾക്കറിയാമോ? വളരെ മോശമായിട്ട് രീതിയിൽ ആ ദേശം മുഴുവൻ ഒരു ശ്രുതി, അങ്ങനത്തെ ഒരു ചിന്താഗതി, ഒരു മനോഭാവം അവിടെ ഉണ്ടായിരുന്നു. അത് യേശുവിൻ്റെ ഉള്ളിൽ ഒരു വേദന ഇല്ലായിരുന്നു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും വേദന ഉണ്ടായിരുന്നു. അനേക കാര്യങ്ങൾ യേശു ജീവിതത്തിൽ അനുഭവിച്ചു, അനേക ഭാരങ്ങളും പ്രയാസങ്ങളും. യെശയ്യാപ്രവചനം 5:53 പിന്നീട് വീട്ടിൽ ചെന്നിട്ട് വായിച്ചു നോക്കിയാൽ മതി. ചില കാര്യങ്ങൾ മാത്രം യേശുവിൻ്റെ ആ കഷ്ടതയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഓർക്കാത്ത കഷ്ടാനുഭവം നമ്മൾ പറയുമ്പോഴെല്ലാം നമ്മൾ പറയും അവസാനത്തെ 2 ദിവസത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവസാനത്തെ 1 ദിവസത്തെ കാര്യം.
ക്രൂശീകരണത്തിൻ്റെ കാര്യങ്ങൾ അതൊക്കെ കഷ്ടാനുഭവം തന്നെയാണ്, സംശയമില്ല. എന്നാലും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം തൊട്ട്, യേശു ജനിക്കുന്നതിന് മുമ്പേ തൊട്ട് ആരംഭിച്ച് അനേക പ്രയാസങ്ങൾ അനുഭവിച്ച് വന്ന ഒരു വ്യക്തിയാണ്. യേശു എന്ത് ചെയ്തു? യേശു പറഞ്ഞില്ല, പിതാവേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കിയിട്ട്, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് റിസോൾവ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വേല ചെയ്യാം എന്ന് യേശു പിതാവിനോട് പറഞ്ഞില്ല. അതെല്ലാം മാറ്റിവെച്ചിട്ട് പിതാവിൻ്റെ ഇഷ്ടം യേശു ചെയ്തു. അപ്പം യേശുവിൻ്റെ ഉള്ളിലുള്ള പ്രയാസങ്ങളോ ആ വേദനകളോ ആ വിഷയങ്ങളോ അതെന്ത് ചെയ്തു? വചനത്തിന് അതിനെക്കുറിച്ച് ക്ലിയറായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാലും ഒരു കാര്യം നമുക്കറിയാം, പലപ്പോഴും യേശു മറ്റുള്ളവരെ അവിടെ നിർത്തിയിട്ട് യേശു ഒറ്റയ്ക്ക് മലകളിലോട്ട് കയറിപ്പോയി. അവിടെ അന്യമൃഗങ്ങളും ഒരു നിർജ്ജന പ്രദേശമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ യേശു ഇങ്ങനെ അങ്ങ് മാറിപ്പോവും, ഒറ്റയ്ക്കങ്ങ് പോവും. ആരുമില്ലാത്ത സ്ഥലങ്ങൾ, ആരും പോകാത്ത സ്ഥലങ്ങൾ, ആർക്കും താല്പര്യമില്ലാത്ത സ്ഥലങ്ങൾ, ആർക്കും വേണ്ടാത്ത സ്ഥലങ്ങളിൽ. കാരണം ഈ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ യേശു അവിടെ പോയിട്ട് പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കും. യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളും വേദനകളും ആരോട് പറയാനാ, ആര് മനസ്സിലാക്കാനാ, ആര് കേൾക്കാനാ? ആരോടെങ്കിലും പറഞ്ഞാൽ അവർ പറയും, നിങ്ങൾ ദൈവത്തിനാന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ലയോ, നിങ്ങളത് ആരോടും പറയാനൊക്കത്തില്ല. നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളല്ലയോ, നിങ്ങളൊരു അത്ഭുതം മന്ത്രിച്ചങ്ങ് ഇട്ടാൽ പോരാ, അതെല്ലാം ശരിയായി, ആരോടും പറയാനൊക്കത്തില്ല. ഉള്ളിൽ അനുഭവിച്ചിട്ടുള്ള വേദനകൾ പ്രയാസങ്ങളെല്ലാം ആരോട് പറയും? എന്ത് ചെയ്യും? അതെങ്ങനെ ക്രമീകരണം വരുത്തും? അത് പിതാവിൻ്റെ അടുത്ത് പോയി. ദൈവജനങ്ങളെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്ന കാര്യം നമ്മൾ വിടരുത്. അത് ജസ്റ്റ് ഒരു മതപരമായിട്ടുള്ള ഒരു റിലീജിയസ് ആറ്റിറ്റ്യൂഡ് പോലെ നമ്മൾ ചെയ്യരുത്. ആരാധനയ്ക്ക് വരുന്നു, പ്രാർത്ഥനയ്ക്ക് പോകുന്ന നല്ല കാര്യം, അതൊരു പള്ളിഭക്തിയായിട്ട് വന്ന് കുരിശ് വരച്ചിട്ട് അങ്ങ് പോകുന്ന ആ രീതിയിലാകരുത്. അതിനൊന്നും ഞാൻ കാണിച്ച് പറയില്ല. എന്നാലും നമ്മളും പിതാവുമായിട്ടൊരു പേഴ്സണലായിട്ടൊരു ബന്ധം വേണം, ഒരു സ്നേഹബന്ധം ദൈവമായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഹൃദയത്തിലെ ഓരോ വേദനകളും ഓരോ കഷ്ടതയിലും ഓരോ പ്രയാസങ്ങളും ആരോടും പറയാനൊക്കാത്ത കാര്യങ്ങളും ആരും നമ്മളെ മനസ്സിലാക്കാനൊക്കാത്ത വിഷയങ്ങളോ അതെല്ലാം പറയാൻ ഒന്ന് ഉള്ളിൽ നിന്ന് ഒരു കഥാർസിസ് ഒന്ന് പുറത്തോട്ടിറക്കാൻ പിതാവിൻ്റെ സന്നിധി പോയിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. അത് യേശു അത് മനസ്സിലാക്കി, അത് യേശു അങ്ങനെ സമയം കണ്ടെത്തി യേശു പോയി. സ്തോത്രം. ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത പോലുള്ള സ്ഥലങ്ങളിൽ യേശു പോയിരുന്നിട്ട് യേശു പ്രാർത്ഥിച്ചു. കർത്താവുമായിട്ട് പിതാവുമായിട്ടുള്ളൊരു ബന്ധം വളരെ പേഴ്സണലായിട്ടുണ്ട്. പലപ്പോഴും ഓരോ വ്യക്തികളോട് ഇന്നാരോട് ശുശ്രൂഷിക്കുന്നത്, ഇന്നാരും ഒന്ന് വിളിക്കണേ, ഇന്നാരും ഒന്ന് കാണണേ, ഇന്നാരും പലരോടും പറയാനുണ്ട്. അവർ പറയും, അങ്ങോട്ട് സമയമില്ല, അങ്ങോട്ട് സമയം ശരിയാകുന്നില്ല, തിരക്കാ, അല്ലെങ്കിൽ ഈ വിഷയം ആ വിഷയം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മെനക്കേടാ, ഈ വ്യക്തി ശരിയല്ല, ആ വ്യക്തിയുടെ വായിലെ വാക്കുകൾ കേട്ടോണ്ടോ, എന്തോ പറയണം, ഇങ്ങനെയുള്ളവരുടെ എന്നോട് സംസാരിക്കാൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കും. യേശു അതെല്ലാം അനുഭവിച്ചില്ലയോ? ഏതൊക്കെ സൈസ് ആൾക്കാരായിരുന്നു, ഏതൊക്കെ ടൈപ്പ് ആൾക്കാരുണ്ട്, അതൊന്നും യേശു കണക്ക് കൂട്ടാതെ എന്ത് ചെയ്തു? ശിഷ്യന്മാരോട് പറഞ്ഞ അതേ കാര്യം യേശു ചെയ്തു. ഫ്രീലി യു ഹാവ് റിസീവ്ഡ്, ഫ്രീലി ഗിവ്. സൗജന്യമായിട്ട് ലഭിച്ചു. നമുക്ക് എന്ത് ലഭിച്ചു? നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ആരാണ്? ഞാനൊരു ദൈവമായിലായിത്തീർന്നു, വിശ്വാസത്താൽ ദൈവമായിത്തീർന്നു. അത് വെറുതെ അല്ല, വെറുതെ ഒരു ഊഹം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ആഗ്രഹം മാത്രമല്ല, ഒരു വിഷ്ഫുൾ തിങ്കിങ് അല്ല. എന്നാലും യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമി വന്ന് ജീവിച്ച് ക്രൂശിൽ എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ച് ഞാൻ പാപമില്ലാതെ ദൈവസന്നിധിയിൽ നിൽക്കാൻ വേണ്ടി ഒരവസരം എനിക്ക് തന്നു. ദൈവ പൈതലെന്ന്, ദൈവത്തിൻ്റെ മകനെന്ന് എണ്ണപ്പെടാൻ വേണ്ടി ഒരു അവകാശം തന്നു. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ മൊത്തം അധികാരവും ദൈവരാജ്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട്. ഒരു കാര്യം കൂടെ അതിനെക്കുറിച്ച് പറഞ്ഞോട്ടെ. ഇത് മൊത്തം തീർക്കാൻ ഞാൻ പെട്ടെന്ന് തീർത്തോളാം. ഇത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. യേശുവിന് ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ട്. യേശു ശിഷ്യന്മാരോട് പറയുന്നു, നമ്മളോട് യേശു പറഞ്ഞു, സോ സെൻഡ് ഐ യു. അതേപോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു, പൊയ്ക്കോ, ചെയ്തോ, പ്രവർത്തിച്ചോ. അപ്പം നമ്മൾ പറയുന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ലല്ലോ.
അതിന് പല പല കാരണങ്ങളുണ്ട്. യേശുവിൻ്റെ ശുശ്രൂഷയെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ, ചില ആൾക്കാരുടെ ഇടയിൽ യേശുവിനൊന്നും ചെയ്യാനൊത്തില്ല. He could do no mighty works there because of their unbelief. അവരുടെ അവിശ്വാസം മുഖാന്തരം ഒന്നും ചെയ്യാനൊത്തില്ല. യേശുവിനോ ഇപ്പം നമുക്കൊന്നും ചെയ്യാനൊത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ നോക്കും. എന്നാലും യേശുവിനൊന്നും ചെയ്യാനൊത്തില്ല. വെറുതെ അവിടുന്ന് ഇറങ്ങിപ്പോവായിരുന്നു യേശു. അവിടെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ സ്വീകരിക്കുന്നില്ലയോ? സാരമില്ല, എന്ത് ചെയ്തു? നിങ്ങളുടെ ചെരുപ്പിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് പൊയ്ക്കോ. അവൻ്റെ പറഞ്ഞ് നിൽക്കണ്ട. ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ, ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണ അധികാരം ലഭിച്ച ഒരു വ്യക്തിയുള്ളെന്നുള്ള നിലയിൽ നമ്മളതുകൊണ്ട് സൂപ്പർമാനായി തീരുമെന്നുള്ള ചിന്തയല്ല. ഇങ്ങനെ പറന്ന് വന്നിട്ട് അതിൻ്റെയൊക്കെ അത്ഭുതങ്ങൾ ചെയ്തു. ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ മാറ്റിയെടുക്കണം. ഇങ്ങനെയുള്ള യൂട്യൂബ് വീഡിയോസ് കാണുന്നവ നിർത്തണം. അതും ഇതും കാണും. നമ്മൾ ഓരോ വീഡിയോസ് കാണും. ചില വ്യക്തികൾ അങ്ങോട്ട് നിന്നിട്ട് അവർ തൊടുന്ന എല്ലാവരും സൗഖ്യമാവുന്നു, അവർ പ്രവചിക്കുന്ന എല്ലാം കറക്റ്റ് ആവുന്നു, അവർ പറയുന്ന എല്ലാം അതേപോലെ നടക്കുന്നു എന്ന് പറയുന്ന വീഡിയോസൊക്കെ ആയിട്ട് നമ്മളിത് കണ്ട് ഇരിക്കുന്നു. മനുഷ്യരെ ഉയർത്തി പൊക്കി സ്വർഗം വരെ കൊണ്ടുവന്നു. നമ്മളതെല്ലാം ഒന്ന് നിർത്തണേ. ഞാൻ ആരും വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ അങ്ങനെ ആരെക്കുറിച്ച് പറയാറില്ല. എന്നാലും നമ്മൾ വിരൽ ചൂണ്ടേണ്ടത് ഇങ്ങോട്ട് തന്നെയാണല്ലോ. അതുകൊണ്ട് നമ്മൾ അതൊന്ന് നിർത്തണേ. ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ആ സാധനം അങ്ങ് മാറ്റി വെച്ചേര്. കാരണം നമ്മളിങ്ങനെ അത് കണ്ടിട്ട് ഇന്നാർക്കുണ്ട്, ഇന്നാർ വലിയ കൃപയുള്ള അവർക്ക് വലിയ സംഭവം നടക്കുന്നു, അവിടെ വലിയ സംഭവം നടക്കട്ടെ. നമ്മളത് വിട്ടേര്. എന്തിനാ അത് ശ്രദ്ധിക്കുന്നത്? പിതാവിനെ ഒന്ന് നോക്കാമോ? യേശുവിനെ ഒന്ന് നോക്കാമോ? നമ്മുടെ ശ്രദ്ധ കർത്താവിലായിരിക്കാമോ? കർത്താവ് നമ്മളെ ഏൽപ്പിച്ച് കാര്യത്തിലായിരിക്കാമോ? അപ്പം യേശുവിൻ്റെ ശുശ്രൂഷയിൽ എല്ലായിടത്തും പ്രവർത്തിക്കാൻ ഒത്തില്ല. അത് വളരെ ക്ലിയറായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈ കാണുന്ന യൂട്യൂബ് വീഡിയോസിനകത്ത് അത് കാണിക്കത്തില്ല. അവരെത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സൗഖ്യമാകാത്തവർ അത് യൂട്യൂബ് വീഡിയോക്കകത്ത് വരത്തില്ല. സുവിശേഷങ്ങളിൽ വളരെ ക്ലിയറായിട്ട് അത് വന്നു, അത് ക്ലിയറായിട്ട് അത് പറഞ്ഞു. ശ്രദ്ധിച്ചോണം യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. അപ്പം നമ്മൾ ശുശ്രൂഷിക്കുന്ന നമ്മൾ മനുഷ്യരാ. പല പല കാരണങ്ങൾ കാണും ആൾക്കാർ വിടുവിക്കപ്പെടാത്തത്. അതിൻ്റെ കാരണം നമ്മൾ അറിയുന്നില്ല. എന്നാലും നമുക്കൊരു കാര്യം അറിയാം, യേശുവിൻ്റെ മനോഭാവം, യേശുവിൻ്റെ പെർസ്പെക്റ്റീവ് ജനങ്ങളുടെ കഷ്ടതയ്ക്കനുസരിച്ച് പ്രതികരിച്ച് പ്രവർത്തിച്ചു. സൗഖ്യം ആവശ്യമുള്ളവർക്ക് സൗഖ്യം നൽകി, വിടുതൽ ആവശ്യമുള്ളവർക്ക് വിടുതൽ നൽകി. അങ്ങനെയായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷ. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ടീച്ചബിൾ മൊമെന്റ്സ്. യേശു ജനങ്ങളുടെ മനോഭാവം, അവരുടെ പ്രതികരണങ്ങൾ യേശുവിന് അറിയാമായിരുന്നു. ടീച്ചബിൾ മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ സ്വീകരിക്കാൻ ഒക്കുന്ന ഒരു മനോഭാവത്തിലുള്ളവർ. ടീച്ചബിൾ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ കഴിവെന്നല്ല, പഠിപ്പിക്കുന്നത് സ്വീകരിക്കാൻ കഴിവുള്ളതെന്നാണ് ടീച്ചബിൾ ആയിട്ടുള്ള മൊമെന്റ്സ്. ചില വ്യക്തികൾ യേശുവിൻ്റെ പിന്നാലെ വന്നത് യേശു ചെയ്ത അത്ഭുതങ്ങൾ മുഖാന്തരം മാത്രം. ചില വ്യക്തികൾ യേശുവിന് പിന്നാലെ ചെന്നത് യേശു ആഹാരം കൊടുത്തു, അവർ വയറ് നിറഞ്ഞത് കൊണ്ട്, അത് ക്ലീനായിട്ട് വാചകത്തിൽ പറഞ്ഞിട്ടുണ്ട്, വയറ് നിറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ ചെന്നു. നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ്, അത് യേശുവിൻ്റെ പിന്നാലെ ചെന്നു. യേശു അവരെ വഴക്ക് പറഞ്ഞൊന്നുമില്ല, കേട്ടോ വയറ് നിറയ്ക്കാൻ വന്നിരിക്കുക ഒന്നും പറഞ്ഞില്ല. യേശു അതൊക്കെ ശ്രദ്ധിക്കാതെ അതിനനുസരിച്ച് യേശു പ്രതികരിച്ചില്ല. യേശു ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തു. യേശു ചെയ്ത ഓരോ അത്ഭുതങ്ങളും അത്ഭുത പ്രവൃത്തികളും അതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, അവരന്ന് കേൾക്കാൻ ഒരവസരം. ദൈവരാജ്യം വന്നിരിക്കും എന്നുള്ളൊരു തെളിവ്, ആ ഒരു തെളിവ് അവർ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവരൊന്ന് ശ്രദ്ധിക്കും. ഈ കുഞ്ഞുങ്ങളെ അടിക്കുന്നത് എന്തിനാ? അവരെ വേദനിപ്പിക്കാനാണോ? ശരിക്കും കുറച്ച് വേദന അനുഭവിക്കണം, വടിയെടുത്ത് രണ്ടെണ്ണം കൊടുക്കുവാന്നോ?
ആരും മാതാപിതാക്കൾ പിള്ളേർ ഈ കുറച്ച് നാളായിട്ട് ഇച്ചിരി വേദന അനുഭവിച്ചില്ല, എന്നാൽ ശരിക്കും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ, നോർമലായിട്ടുള്ള മാതാപിതാക്കൾ അങ്ങനെ ഇല്ല. പലപ്പോഴും അടിക്കുന്നതിൻ്റെ കാരണം എന്തുവാ? നമ്മൾ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുന്നില്ല, അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ കേൾക്കുന്നില്ല. ചെവിലോട്ട് പോയി, എന്നാൽ ഇവിടെ കയറിയിട്ട് അപ്പുറത്തെ ചെവി കൂടെ ഇറങ്ങിപ്പോയെന്നേ ഉള്ള പ്രശ്നം. അകത്ത് അതൊന്നും രജിസ്റ്റർ ചെയ്യുന്നില്ല. അപ്പം അടിക്കുന്ന എന്തിനാ? ഒന്ന് ശ്രദ്ധിക്കാനാ, ഒന്ന് കേൾക്കാനാ, പറയുന്ന കാര്യങ്ങളൊന്ന് അംഗീകരിക്കാൻ, അനുസരിക്കാൻ. അതിനു വേണ്ടിയാ ഒരു അടി കൊടുക്കുന്നത്. അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ ശബ്ദം ഉയർത്തി നമ്മൾ സംസാരിക്കും അല്ലേ? ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല, ദേഷ്യപ്പെടാതെ ശബ്ദം ഉയർത്താമെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ പലപ്പോഴും വരുന്ന പ്രശ്നം നമ്മൾ ദേഷ്യപ്പെടുക. അതല്ല, ദേഷ്യത്തിൻ്റെ വിഷയമല്ല. നമ്മുടെ ലക്ഷ്യം ഇതാണ്, അവരൊന്ന് ശ്രദ്ധിക്കണം. പറയുന്നതെല്ലാം അനുസരിക്കുന്നുണ്ടെങ്കിൽ, പറയുന്ന കാര്യമെല്ലാം ശ്രദ്ധിച്ച് പോകുന്നെങ്കിൽ ഒരിക്കൽ പോലും അടിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ അത് ഈ കുറച്ച് നാളുടെ അടിച്ചിട്ട് എന്നാൽ പിന്നെ രണ്ടെണ്ണം കൊടുത്തേക്കാം, അങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ ആരും ഇല്ല. സ്തോത്രം. ടീച്ചബിൾ മൊമെന്റ്സ്. ഈ ജനങ്ങളൊന്ന് ശ്രദ്ധിക്കണമല്ലോ. ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു അവസരം, അവരുടെ ചെവിയൊന്ന് തുറക്കാൻ, അവരുടെ മനസ്സൊന്ന് തുറക്കാൻ വേണ്ടി ഒരു അവസരത്തിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു? യേശു എന്ത് ചെയ്തു? അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തു. അത് ചെയ്തപ്പോൾ അവരൊന്ന് ശ്രദ്ധിച്ചു, അവരൊന്ന് കേട്ടു. അല്ലെങ്കിൽ വെറുതെ ഇവിടെ ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് അതുകൊണ്ടൊക്കെ പറയുന്നു, ആരും ശ്രദ്ധിക്കത്തില്ല. പരസ്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, 3 സ്ഥലങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ആ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? മൈക്കും വെച്ചോണ്ടേ അതുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ നിൽക്കുന്ന കുറേ പാട്ടുകളൊക്കെ പാടുന്നു. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ജനങ്ങളെ നമ്മൾ അതിലേക്കുള്ളെല്ലാം നടന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇവിടെ ഒരു ദൈവപ്രവർത്തനം നടക്കട്ടെ, ദൈവത്തിൻ്റെ ആത്മാവിടെ ഇറങ്ങി വരട്ടെ, ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടപെടണം, സംസാരിക്കണമെന്നും, പിന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ ആൾക്കാരോട് സംസാരിക്കാനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ നോക്കുന്നത്. കർത്താവേ, ഇവിടെ ഒരു ദൈവപ്രവർത്തനം നടക്കട്ടെ, ആ ദൈവപ്രവർത്തനം നടക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാനൊരു അവസരം, ഒരു ടീച്ചബിൾ മോമെൻറ്റ് ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുവാണ്. അവിടാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അടുത്തൊരു സ്ലൈഡിലോട്ട് പോകാം. നമ്മൾ കൃഷി ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗാർഡനിലാണേലും വീഡ്സ് ഉണ്ട്, ആവശ്യമില്ലാത്ത കള. എന്തു ചെയ്യും? ആ കള എന്തു ചെയ്യും? പറിച്ച് കളയും. കാരണം അതവിടെ കിടന്നാൽ ആ കൃഷിക്ക് അല്ലെങ്കിൽ ആ ചെടിക്ക് ഒക്കെ ആവശ്യമുള്ള ന്യൂട്രിയൻസ് അതെടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് അതെല്ലാം നമ്മൾ പറിച്ച് കളഞ്ഞിട്ട് അത് ഉണക്കി തീ കത്തിച്ച് അങ്ങ് കളയുകയാണ് ചെയ്യുന്നത്. അത് വെച്ചുകൊണ്ടിരിക്കത്തില്ല, കള. യേശു ഒരു ഉപമ, ഞാൻ ഇതെല്ലാം വായിക്കാൻ സമയം എടുക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം നോട്ട് എഴുതുന്നെങ്കിൽ അത് എഴുതി വെച്ചാൽ അത് മാത്യു 13:24-30. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ ഒരു മനുഷ്യൻ വിത്ത് വിതച്ചു. ഒരു നല്ല ഒരു ക്രോപ്പ് പ്രതീക്ഷിച്ച് ആ മനുഷ്യൻ വിത്ത് വിതച്ചാണ്. രാത്രിയിൽ ഇദ്ദേഹം ഉറങ്ങി കിടന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇടയ്ക്ക് വേറെ വിത്ത് വിതച്ചു, കള. അവരുടെ ഉദ്ദേശം ഇത് കിളിച്ചു വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കൃഷിയെ ഒന്നിൽ അതിനെ നശിപ്പിക്കണം, അല്ലെങ്കിൽ അതിനെ ശോഷിപ്പിച്ച് കിട്ടേണ്ട ഫലത്തിൻ്റെ മാക്സിമം കിട്ടാതെ അതിനെ മിനിമൈസ് ചെയ്യണം. എങ്ങനെയെങ്കിലും ഈ വ്യക്തിക്ക് നാശം വരുത്തണം എന്നുള്ള ചിന്താഗതിയോടെ വേറെ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു എതിർ അല്ലെങ്കിൽ ഒരു ശത്രു ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അപ്പം ഇത് കിളിച്ചു വന്നപ്പോൾ അവരുടെ ജോലിക്കാർ ഇത് മനസ്സിലായി. യജമാൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, യജമാനെ, ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ആരോ കള കൊണ്ട് വിതറിയിട്ടുണ്ട്, കളയുടെ വിത്ത് വിതറിയിട്ടുണ്ട് എന്ന് യേശുവിനോട് അല്ല അന്ന് യജമാനോട് ഈ ജോലിക്കാരെ എന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, ഞങ്ങളതെല്ലാം പറിച്ച് കളഞ്ഞേക്കട്ടെ, പറിച്ചിട്ട് തീയിൽ കൊണ്ടിട്ടേക്കാം. അദ്ദേഹം പറഞ്ഞു, വേണ്ട, വിട്ടേര്. കാരണം ഇത് പറിക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ലത് കുറച്ചും പോവും, അതവിടെ കിടക്കട്ടെ.
അതിൻ്റെ കൂടെ അതും വളരട്ടെ. പിന്നെ അവസാനം കൊയ്ത്തിൻ്റെ സമയത്ത് അതെടുത്ത് കളഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹാർവെസ്റ്റിൻ്റെ സമയത്ത് അത് കളഞ്ഞോളാം. പല വ്യക്തികളും അവരുടെ മനോഭാവത്തിലുണ്ട്, ഈ ശരിയല്ലാത്ത ആൾക്കാരെ എല്ലാം പുറത്താക്കണം. നമുക്ക് ശരിക്കും രക്ഷിക്കപ്പെട്ടില്ലാത്തവരെല്ലാവരും പുറത്താക്കണം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് പേരെ ഉള്ളെങ്കിൽ നല്ല ശരിയായിട്ടുള്ളൊരു കൂട്ടം ജനങ്ങൾ നമുക്ക് കാണും. എൻ്റെ പ്രശ്നം ഇതേ ഉള്ളൂ, ശരിയല്ലാത്തവരാരാ? നമ്മൾ നോക്കുമ്പോൾ നമ്മളാ ശരി, ബാക്കി എല്ലാവരും തെറ്റ്. അപ്പം നമ്മൾ മാത്രം ഇവിടെ ഇരിക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും ഇതിനകത്തിരിക്കേണ്ടി, എല്ലാവരും പുറത്താക്കിയിട്ട് ആരാ ശരി, ആരാ തെറ്റ്, ആർക്കാ ശരിയായിട്ടുള്ള സമർപ്പണം ഉള്ളത്, ആർക്കാ ശരിയായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ളത്? അപ്പം നമ്മൾ ഓരോ പ്രവർത്തനമുണ്ട്. ഇവർ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, ഈ പ്രവൃത്തി കാണിച്ചല്ലോ, ഇങ്ങനത്തെ മനോഭാവം, അവരുടെ നോട്ടം കണ്ടില്ലോ, അവരുടെ നടപ്പ് കണ്ടില്ലോ, അവരുടെ ഇരിപ്പ് കണ്ടില്ലോ, അവരുടെ നിപ്പ് കണ്ടില്ലോ, ഇങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പറയും ഇവരൊന്നും ശരിയല്ല, അവർ ശരിയല്ല, ഇവർ ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയും. യേശു പറഞ്ഞു, ഇതൊന്നും പറയണ്ട, വിട്ടേര്, അവിടെ ഇരിക്കട്ടെ, അവരും കൂടെ വരട്ടെ. അവസാനം ഒരു ന്യായവിധിയുടെ ദിവസമുണ്ട്. നമ്മളെല്ലാം ന്യായവിധിക്കുന്ന അന്ന് പിതാവ് ന്യായവിധിച്ചോളും. അത് പിതാവിൻ്റെ തീരുമാനത്തിൽ വിട്ടേര്. നമ്മളത് ന്യായവിധിക്കാൻ പോകണ്ട, വിട്ടേര്. നമ്മൾ അനാവശ്യമായിട്ട് ഇവർ ശരിയാണെന്നോ അവർ ശരിയാണെന്നോ ഇത് ശരിയാണെന്നോ, അതുകൊണ്ടാണ് ഇതിനകത്ത് കുറേ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അവരുടെ ലക്ഷ്യം ആരാ ശരിയല്ല എന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി കുറേ ഉണ്ട്. ഞാൻ മനഃപൂർവ്വം അത് നോക്കാറില്ല. കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവം കൂടുതൽ നമുക്ക് വരും. പിന്നെ നമ്മുടെ മനോഭാവം, നമ്മുടെ മനസ്സിനെ അത് നമ്മുടെ മനസ്സിനെ അത് ആ രീതിയിൽ അങ്ങ് തിരിക്കും. ആ ചിന്താഗതിയിലോട്ട് നമ്മളെ അങ്ങ് കൊണ്ടുപോകും. അതിൻ്റെ ആവശ്യമില്ല. വിധിക്കേണ്ടി ഞാനല്ല, വിധിക്കാൻ പിതാവുണ്ട്. പിതാവ് വിധിച്ചോട്ടെ. ശരിയല്ലാത്തതിനെല്ലാത്തിനും നരകത്തിൽ കൊണ്ടുപോകുമോ, അതല്ല, അത് പിതാവ് ചെയ്തോട്ടെ. എൻ്റെ ജോലിയല്ല. എന്നെ ഏൽപ്പിച്ചേക്കുന്ന ജോലി എന്തുവാ? സൗജന്യമായിട്ട് ലഭിച്ചു, സൗജന്യമായിട്ട് കൊടുപ്പേ. സ്തോത്രം. കഷ്ടത്തിലും പ്രയാസത്തിൽ ആരുണ്ട്? വേദനയിൽ ആരുണ്ട്? ശരിയാണോ അല്ലയോ അതല്ല വിഷയം. ആരുണ്ട് എൻ്റെ ചുറ്റുപാടും? ഈ സഭയിൽ പുറത്തുള്ളവർ, അയൽവക്കത്ത് താമസിക്കുന്നവർ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് പ്രയാസത്തിലായിരിക്കുന്നവർ, ദുഃഖത്തിലായിരിക്കുന്നവർ, കഷ്ടത്തിലായിരിക്കുന്നവർ? എങ്ങനെ എനിക്ക് അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ ഒക്കും? ഞാൻ എങ്ങനെ അവരെ സൗജന്യമായിട്ടൊന്ന് അനുഗ്രഹിക്കാൻ ഒക്കും? ഒരു വാക്കായിരിക്കും, ഒരു പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിലുണ്ട് എനിക്ക് അവരെ ഒന്ന് സഹായിക്കാൻ ഒക്കും. നമുക്കെല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഒക്കത്തില്ലായിരിക്കും. എന്നാൽ ഒക്കുമെങ്കിൽ അതും ചെയ്യാൻ ഒക്കുമോ? ഏതൊക്കെ രീതിയിലാണ് മറ്റുള്ളവർക്ക് ഒരു കൊടുക്കാൻ ഒക്കുന്നത്? യേശുവിൻ്റെ ശിഷ്യന്മാരും ഒരു പോക്കറ്റ് കാലിയായിരുന്നു, എന്നാലും ജനങ്ങൾ എപ്പോഴും ഓടിയെടുത്ത് വന്നു. ജനങ്ങൾ എപ്പോഴും ഓടിയെടുത്ത് വന്നു. കാരണം അവർക്കെല്ലാവർക്കും മനസ്സിലാക്കി ഈ ഒരു കൂട്ടം ആൾക്കാർക്ക് ഏതാണ്ടുണ്ട്, ഞങ്ങൾക്ക് അവരിൽ നിന്ന് പ്രാപിക്കാൻ ഒക്കും. സ്തോത്രം. അങ്ങനത്തെ വ്യക്തികളായിരിക്കണം നമ്മൾ ഓരോരുത്തരും. വലിയ പണമുള്ളവരെന്നല്ല, എന്നാലും വലിയ ധനമുള്ളവരായിരിക്കും നമ്മൾ. കാരണം സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാണ്, സ്വർഗരാജ്യത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ പൈതൽ എന്നുള്ള നിലയിൽ സ്വർഗരാജ്യത്തിൻ്റെ പൂർണ്ണ അധികാരം ദൈവം നമുക്ക്. അപ്പം ചിലയിടത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും നടക്കത്തില്ലായിരിക്കും. സാരമില്ല, അത് നടന്നു പോ. ചെറുപ്പനെ പൊടി തട്ടിട്ട് നടന്നു പോകാനാണ് യേശു പറഞ്ഞത്. പൊയ്ക്കോ, ഏതോ കാരണങ്ങൾ കാണും, നമുക്കൊന്നും അതിൻ്റെ ഉത്തരമില്ല. അടുത്ത വ്യക്തിയിലോട്ട് പോ, അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവസാനം ഇൻവൈറ്റ് ദം ടു ഡിസൈപ്പിൾഷിപ്പ്. യേശു ഈ ജനങ്ങളെ വിളിച്ച് വേർതിരിച്ച് ശിഷ്യത്വത്തിലേക്ക്. അവസാനം ഈ ഒരു സ്ലൈഡും ഉണ്ട്. അവരെ ശിഷ്യനാകാൻ വേണ്ടി. ശിഷ്യനാകുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്തുവാ? നോട്ട് എഴുതുന്നവർ ഒന്ന് എഴുതിക്കോ. ഇതും എടുത്ത് ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഇപ്പം സമയം അതിന് വേണ്ടിയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ ഭാഗം വായിക്കുന്നില്ല, എന്നാലും ഈ അധ്യായം തന്നെ ആണോ എന്ന് ഷുവറാക്കാനാണ്. അതെ 57
57 തൊട്ടുള്ള കുഴപ്പമില്ല. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗം 51 എൻ്റെ മലയാളം ബൈബിളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വാക്കുകൾ എനിക്ക് കിട്ടത്തില്ല, ഞാൻ പെറുക്കി വായിക്കുന്നതുകൊണ്ട്. എന്നാലും ചില വ്യക്തികൾ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ഗുരു ഞാൻ അങ്ങേ അനുഗമിക്കാം. യേശു ചില വ്യക്തികളുടെ അടുത്ത് ചെന്ന് പറയുന്നു, കം ഫോളോ മീ, നീ വന്ന് എന്നെ അനുഗമിക്കാം എന്ന് പറയുന്നു. ആ ഒരു പാരഗ്രാഫ് അവിടെ ഉണ്ട്, അത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, എത്ര? 57 അല്ലേ? ഓക്കെ, അതിൻ്റെ അവസാനത്തെ ആ ഒരു പാരഗ്രാഫ് 57 തൊട്ട് 62 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പം അവിടെ ഒരു പ്രത്യേകത ഇതാണ്, ഓരോരുത്തരെയും വിളിക്കുക, വാ എന്നെ അനുഗമിക്കുക. യേശുവിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അനുഗമിക്കുക എന്ന് പറഞ്ഞിട്ട് യേശു ഇങ്ങനെ നടക്കും, യേശുവിൻ്റെ പിന്നാലെ ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ പുറകെ പോകുന്നു. അതൊന്നുമല്ല യേശു ഉദ്ദേശിച്ചത്, ഒന്നുമല്ല. ആൾക്കാർ നോക്കുമ്പോൾ കാണുമ്പോൾ ഞാൻ വലിയ പുള്ളിയാക്കണ്ടോ, എൻ്റെ പുറകെ ആൾക്കാർ വരുന്നു, ഇതൊന്നുമല്ല യേശുവിൻ്റെ ലക്ഷ്യം. അതൊന്നുമല്ലായിരുന്നു യേശുവിൻ്റെ ഇൻട്രസ്റ്റ്. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് ഇതെന്തുമായിരുന്നു? യേശുവിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, വന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു ഭാഗമായി തീരുക. ഒരു ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ഒരു ഭാഗമായി തീരുക, ദൈവരാജ്യത്തിൻ്റെ ഒരു പൈതലായി തീരുക, ദൈവരാജ്യത്തിൻ്റെ ഒരു മകളായി തീർന്നിട്ട് എന്ത് ചെയ്യണം? ആ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ ചെയ്യണം. അതാ യേശു ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു മനുഷ്യൻ യേശുവിനോട് പറഞ്ഞു, പിതാവേ, ഗുരു ഞാൻ അങ്ങേ അനുഗമിക്കാം, എന്നാലും ഞാൻ പോയി എൻ്റെ പിതാവിനെ അടക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ഉത്തരം ഇച്ചിരി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു ഉത്തരമാണ്. ലെറ്റ് ദ ഡെഡ് ബറി ദ ഡെഡ്, യു ഗോ ആൻഡ് പ്രൊക്ലെയിം ദ കിങ്ഡം. മരിച്ചവരെ അടക്കട്ടെ. അതിനേക്കാളും അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം അതിനപ്പുറം അത് കഴിഞ്ഞിട്ടുള്ള വാക്കാ. നീയോ പോയി എന്ത് ചെയ്യണം? ദൈവരാജ്യം അറിയിക്കുക. യേശുവിൻ്റെ ശിഷ്യനായി തീരുവാന്ന ഉദ്ദേശം ഇതാണ്, ദൈവരാജ്യം അറിയിക്കണം. യേശുവിൻ്റെ ശിഷ്യനാവാന്ന് പറഞ്ഞാൽ, യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് ഒരു മകളായി തീരുമ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യണമെന്നാണ്. എന്നാലും നമ്മൾ ചെയ്യുന്നത് എന്തുവാ? ഓ കർത്താവേ, എന്നാലും എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, എൻ്റെ കഷ്ടത, എൻ്റെ വേദന, എൻ്റെ കടഭാരം, എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ ബന്ധനങ്ങൾ, എൻ്റെ ഈ കാര്യങ്ങൾ ആ കാര്യങ്ങൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ എൻ്റെ അവർ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മുടെ ഒരു വലിയൊരു ലോങ് ലിസ്റ്റ് ഓഫ് പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് പറയാം, കർത്താവേ ഇതെല്ലാം കൊണ്ടില്ലയോ, ഈ ഭാരങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ കിടക്കുന്നു, ഞാൻ എങ്ങനെ ദൈവപ്രവൃത്തി ചെയ്യാനാ? പിന്നെയും യെശയ്യാവ് 53-ാം അധ്യായം ഒന്ന് വായിക്കണം വീട്ടിൽ ചെന്നിട്ട്. കഷ്ടതയും പ്രയാസവും ധാരാളം അനുഭവിച്ച യേശു പിതാവിൻ്റെ സന്നിധിയിൽ ഒരു നല്ലൊരു സ്വീറ്റ് പ്ലേസ് കണ്ടുപിടിച്ചു. പിതാവിൻ്റെ സന്നിധിയിൽ വളരെ പ്രയോജനപ്പെട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള സ്തോത്രം, വേറെ ആർക്കും മനസ്സിലാക്കാനൊക്കാത്ത ഒരു ബന്ധം യേശുവും പിതാവുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും അവിടെ നിർത്തിയിട്ട് യേശു പിതാവിൻ്റെ അടുത്ത് പോയി ഏകനായിട്ട് സമയം ചെലവഴിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഈ ഭാരങ്ങളും പ്രയാസങ്ങളും ഈ വേദനകളും എല്ലാം പിതാവിൻ്റെ സന്നിധി വയ്ക്കുമായിരുന്നു. സ്തോത്രം. കംപ്ലൈൻ്റായിട്ട് വയ്ക്കുമല്ല, അതെല്ലാം പിതാവിൻ്റെ സന്നിധി വെച്ചിട്ടുണ്ട്. ഇത് അവിടെ വെച്ചേക്കുക, പിതാവ് കൈകാര്യം ചെയ്തോട്ട്. ഞാൻ എന്ത് ചെയ്യുക? ഞാൻ ഇറങ്ങി പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുക. ഞാനിതെല്ലാം പിതാവിൻ്റെ സമർപ്പിച്ചു. അങ്ങനൊരു വിശ്വാസം, അങ്ങനൊരു ധൈര്യം, പ്രയാസങ്ങളില്ലാത്തതുകൊണ്ടല്ല, വേദന ഇല്ലാത്തതുകൊണ്ടല്ല, ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തതുകൊണ്ടല്ല, അതെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ബാക്കി മനുഷ്യർക്കെല്ലാം ഉള്ള പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. എന്നല്ല അതെല്ലാം എന്ത് ചെയ്തു? പിതാവിൻ്റെ സന്നിധി വെച്ചിട്ട് ഞാൻ ഇറങ്ങുക, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ, പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യാൻ, ഈ സ്വർഗരാജ്യത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിരിക്കുന്നു. സ്തോത്രം. അതാ യേശു ശിഷ്യന്മാരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിന് യഥാർത്ഥ ശിഷ്യന്മാരായിട്ടുള്ളവർ ഒത്തിരി പേരില്ലായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? 12, 72, 70. 2 ഗ്രൂപ്പാണെന്നോ ഒന്നാണെന്നോ എന്നൊരു തർക്കങ്ങളുണ്ട്. ആയിക്കോട്ടെ, 2 ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ. 70 പേര്, 72 പേര്. അപ്പോസ്തല പ്രവൃത്തി അപ്പർ റൂം മാളിക മുറിയിൽ എത്ര പേരുണ്ടായിരുന്നു? 120 പേരുണ്ടായിരുന്നു.
1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ എത്ര പേരുണ്ടായിരുന്നു അവിടെ? 500 പേരുണ്ടായിരുന്നു. 500 അത്ര ഉള്ളോ? 100 അത്ര ഉള്ളോ? അത്ര വിശ്വാസമുള്ളോ യേശുവെ? അത്രയൊക്കെ ഉള്ളോ? ഇത്ര അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തിട്ട് 1000 കൂടി അല്ലേ? സ്തോത്രം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 5000 പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. 1000 ആർക്കറിയാം? 10-15,000 വല്ലതും ആയിരുന്നോ എന്ന് അറിയത്തില്ല. വീഴണോ? ഇത്രയും ആൾക്കാർക്ക് വയറ് നിറഞ്ഞിട്ട് എക്സ്ട്രാ ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു. ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ട് അവസാനം യേശുവേ ഇത്ര ഉള്ളോ? 100 പേരെ ഉള്ളോ? 500 പേരെ ഉള്ളോ എന്ന് നമുക്ക് ചോദിക്കാം. അതിൻ്റെ കാരണം ഞാൻ പറയാം. അതിൻ്റെ കാരണം എൻ്റെ പുറകെ നടക്കുവാന്ന് പറഞ്ഞ് ചുമ്മാ പിറകെ നടക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടം ആൾക്കാരെ അല്ല യേശു ഉദ്ദേശിച്ചത്. ആവശ്യമുള്ള ആഹാരം യേശു തന്നോളും, എനിക്ക് ആവശ്യമെല്ലാം തന്നോളും, എനിക്ക് എൻ്റെ പ്രശ്നമെല്ലാം യേശു പരിഹരിച്ചോളും എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ യേശുവിന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഒന്നുമല്ല യേശു ഉദ്ദേശിച്ചത്. യേശു ഉദ്ദേശിച്ചത് ഒരു ശിഷ്യൻ എന്നുള്ളൊരു വ്യക്തി യേശു ഉദ്ദേശിച്ചതാണ് സ്വർഗരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ ചെയ്യണം. അതാ ശിഷ്യന്മാർ. യേശു വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കും, എന്നാലും ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുന്നില്ല. You call me Lord, 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 but you do not do what I tell you to do. കുറച്ച് പേരേ ഉള്ളൂ യേശുവിനെ അനുസരിച്ചവർ കേട്ടോ. അനുഗമിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, പുറകെ നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ആഹാരം വേണം, സൗഖ്യം വേണം, ഈ ബുദ്ധിമുട്ട് മാറിക്കിട്ടണം, ഭൂതം ബാധിച്ചെല്ലാം അഴിഞ്ഞു കിട്ടണം, ഇതെല്ലാം ഉദ്ദേശിച്ച് പുറകെ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാലും അനുസരിക്കുന്ന കുറച്ച് പേരെ ഉള്ളായിരുന്നു. അനുസരിക്കുന്നത് എന്തുവായിരുന്നു? അനുസരിക്കേണ്ടത് എന്തുവായിരുന്നു അനുസരിക്കേണ്ടത്? ഈ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. യേശു ഉദ്ദേശിച്ചത് എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ഞാൻ ഈ ഭൂമിയിൽ ചെയ്തുവല്ലോ, നിങ്ങളും എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യണം, നിങ്ങളും നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യണം. അതാ യേശു ആഗ്രഹിച്ചത്. എന്നാലും അങ്ങനെ ചെയ്യാൻ ആൾക്കാർ കുറവാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കും, എന്നാലും പറഞ്ഞ കാര്യമൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല, വിളിച്ചിട്ട് കാര്യമില്ല, അതിനർത്ഥമില്ല, ആ വാക്കിന് അർത്ഥമില്ല. യഥാർത്ഥമായിട്ട് ഞാൻ കർത്താവ് വന്നെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു, എന്നാലും നിങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവസാനം വന്ന് യഥാർത്ഥ ശിഷ്യന്മാരെന്ന് പറഞ്ഞ് കുറച്ച് പേരേ ഉള്ളൂ. എനിക്കൊന്നു 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ വാക്യം എനിക്ക് ഓർമ്മയില്ല. എന്നാലും അവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത സമയത്ത് ഏകദേശം 500 പേരെന്നാണ് പറഞ്ഞത്. അത്രേ ഉള്ളായിരുന്നു. എന്ത് മെമ്പർഷിപ്പ് രജിസ്റ്റർ ഉള്ളവരാണോ? അല്ലെങ്കിൽ പള്ളി വന്നിട്ട് കുരിശ് വരയ്ക്കാനുള്ള ആൾക്കാരാണോ? അല്ല. 500 പേരെന്തുമായിരുന്നു? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ. സ്തോത്രം. സ്വർഗരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ ഈ ഭൂമി ചെയ്യുന്നവർ. സ്തോത്രം. എല്ലാവർക്കും വരുന്നവർക്കെല്ലാവർക്കും കർത്താവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് കർത്താവിൽ ഉറച്ചു നിൽക്കുന്ന എല്ലാവർക്കും മെമ്പർഷിപ്പൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും യഥാർത്ഥ ശിഷ്യന്മാരാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ, പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവർ. ഞാൻ അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഡു ഗുഡ്, ഡോണ്ട് ഹോൾഡ് ബാക്ക്. അപ്പോസ്തലരുടെ പ്രവൃത്തി 10-ാം അധ്യായം ഒന്നെടുക്കാമോ? അതിന് 38-ാം വാക്യം ഇത് നമുക്കൊന്ന് വായിക്കാം. ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ആ ദേശങ്ങളൊക്കെ പ്രസംഗിച്ചപ്പം യേശുവിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇതാ, വായിച്ചു. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നതും കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവം അവനോടുകൂടി ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു? നന്മ ചെയ്തു. ആ സ്ലൈഡിലോട്ട് പോയിക്ക്. ഹി ഡിഡ് ഗുഡ് തിങ്സ്. നന്മ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് നമ്മളെ നോക്കിയിട്ട് പറയും നന്മ ചെയ്യുന്നവരാട്ടോ? എത്ര പേര് ഈ സഭയിലുള്ള ആൾക്കാരെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ സഭയെ നോക്കിയിട്ട് പറയും നന്മ ചെയ്യുന്നവരാ? അങ്ങനെ പറയുന്നില്ല എങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. വിരലിങ്ങോട്ട് തന്നെ നമ്മൾ ചൂണ്ടണം. നമ്മളെക്കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള ആൾക്കാർ എന്തോ സാക്ഷ്യം പറയും.
അതിന് പ്രശ്നം എന്താ? മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ കിടക്കുമ്പോൾ വേണം, പെട്ടിക്കകത്ത് കിടക്കുമ്പോൾ വേണം ഇതൊക്കെ കേൾക്കാൻ. സത്യമാണോ കള്ളമാണോ എന്ന് ആർക്കറിയാം? ഏതുകൊണ്ടൊക്കെ വിളിച്ച് പറയാം ആൾക്കാർ. അതൊന്നും ഇല്ലായിരിക്കുന്നതാണ് നല്ലത്. എന്നാലും ജീവിച്ചിരിക്കുന്ന സമയത്ത്, നമ്മുടെ ജീവനോടുള്ള സമയത്ത് ആരോടെങ്കിലും വന്ന് ആ ദേശത്ത് വന്ന് ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഈ വ്യക്തി എങ്ങനെയുണ്ട്, ഇന്നാര് എങ്ങനത്തെ വ്യക്തിയാ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് അവർ പറയുമോ? അവർ നന്മ ചെയ്യുന്നവരാ, നല്ല പ്രവൃത്തി ചെയ്യുന്നവരാ എന്ന് പറയുമോ? യേശുവിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്. യേശുവിനെക്കുറിച്ചുള്ള റെപ്യൂട്ടേഷൻ അതായിരുന്നു, അവൻ നന്മ ചെയ്യുന്നവരാണ്. വലിയ പുള്ളിയാന്നല്ല, ഒത്തിരി യൂട്യൂബ് ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്ത് ഇതുണ്ട് അതുണ്ട് ഇങ്ങനെയുള്ള, മനസ്സിലായോ? ഇതൊന്നും അല്ല യേശുവിന് ആഗ്രഹിച്ചതും അതല്ലായിരുന്നു. നന്മ ചെയ്തു. ആ നന്മ ചെയ്ത് എങ്ങനെയാ? പിതാവിൻ്റെ പ്രവൃത്തികൾ, സ്വർഗരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു. പിതാവിൻ്റെ ഇഷ്ടം എന്തുവാ? പിതാവിൻ്റെ ഇഷ്ടം, പിതാവിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് മക്കൾ എന്നുള്ള നിലയിൽ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുക. വെള്ളം ഉണ്ടാൻ പോകണ്ട, നിങ്ങൾ ശരിയല്ല, അവർ ശരിയല്ല, ഇവർ ശരിയല്ല, അവരെങ്ങനെങ്കിലും ആയിക്കോട്ടെന്നേ, വിട്ടേരെ. ഒരു ന്യായവിധിയുടെ ദിവസം പിതാവ് ന്യായവിധിച്ചോളും. നമ്മൾ ന്യായവിധിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല, വിട്ടേര്, അത് വിട്ടേര്. പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കാനുള്ള തടസ്സമായിട്ട് നിൽക്കുന്നത് എന്തുവാണെന്നറിയോ? മറ്റുള്ളവരല്ല, നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് നമ്മുടെ മനോഭാവമാണ്. മറ്റുള്ളവരെ വിധിച്ച് ആരും ശരിയല്ല, ഞാൻ മാത്രം ശരിയെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ അങ്ങ് ഇരിക്കുക. പിതാവ് പറയുന്നത് അതല്ല, വിട്ടേര്. നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനോ അത് മതി. യേശു ഒരു പ്രാവശ്യം യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. മൈ ഫാദർ ഈസ് ഓൾവേസ് അറ്റ് വർക്ക്, ഐ എം ഓൾസോ വർക്കിംഗ്. സി, യേശു മനസ്സിലാക്കി ഈ ഭൂമിയിൽ, ഈ സമൂഹത്തിൽ, ഈ നമ്മൾ കാണുന്ന വ്യക്തികളുടെ ജീവിതത്തിലൊക്കെയും പിതാവ് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. ആ പിതാവിൻ്റെ പ്രവൃത്തിയുടെ കൂടെ നമ്മളും ഒന്ന് കൂടെ ചെന്ന് നിൽക്കാമോ? അത് മതി. സ്തോത്രം. ആരെങ്കിലും കഷ്ടതയിലായിരിക്കുന്നോ? ആരെങ്കിലും പ്രയാസത്തിലായിരിക്കുന്നോ? നമുക്കത് പ്രാർത്ഥിക്കാം. കർത്താവേ, പിതാവ് എന്തുവാ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? പിതാവിൻ്റെ ഇഷ്ടം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുവാ? സ്വർഗരാജ്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി വരുവാണെങ്കിൽ എങ്ങനത്തെ പ്രവൃത്തികളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്? അങ്ങനെ നമ്മളൊരു സ്റ്റെപ്പ് എടുത്തിട്ട് യഥാർത്ഥമായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരായി തീരാൻ വേണ്ടി നമുക്ക് ഇന്ന് ഒരു തീരുമാനം എടുക്കാം. സ്തോത്രം. എനിക്ക് വന്ന് അത് അവസാനത്തെ സ്ലൈഡാണ്. ഡു ഗുഡ്, ഡോണ്ട് ഹോൾഡ് ബാക്ക്. നന്മ ചെയ്യുക, നന്മ ചെയ്യുക. അവർ ചിലപ്പം പറയും, ഓ അവരൊരു നന്ദിയില്ലാത്തവരാ. സാരമില്ല, നന്ദിയില്ലാത്തവരാണെങ്കിലും നന്മ ചെയ്യുക. അതിനനുസരിച്ച് അവർ പ്രതികരിക്കുന്നില്ലല്ലോ, സാരമില്ല, എന്നാലും നന്മ ചെയ്യുക. നന്മ ചെയ്യുന്നതിന് ഇങ്ങോട്ട് കിട്ടുന്നത് പീഡനമായിരിക്കാം, അവർ വായിന്ന് കേൾക്കുന്ന ചില വാക്കുകളായിരിക്കാം, പല പല കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർ നമ്മളെ തിരസ്കരിക്കുന്നുണ്ടായിരിക്കാം, പല പല വിഷയങ്ങൾ നമ്മൾ അനുഭവിക്കും. സാരമില്ല, നന്മ ചെയ്യുക, നന്മ ചെയ്യുക. യേശു അങ്ങനെ ചെയ്തത്. ക്ഷമിക്കേണ്ടവരുള്ളവർ ക്ഷമിച്ചു. എത്ര ക്ഷമിക്കണം? നമ്മൾ പറയും എത്ര സഹിക്കാൻ ഒക്കും? ക്ഷമിച്ച് 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 മതിയായി. യേശു എത്ര നാളും ക്ഷമിച്ചു. ക്രൂശിൽ കയറി അവിടെയും യേശു എന്ത് ചെയ്യുക? ഇങ്ങനെ കിടക്കുമ്പോഴും യേശു ക്ഷമിക്കുക. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തുവാന്ന് അവർക്ക് അറിയത്തില്ല, അവരോട് ക്ഷമിക്കണേ. യേശു അവസാനവും യേശു ക്ഷമിക്കുക. വിട്ടേര്. ഒന്നും നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കല്ലേ. പലപ്പോഴും ഇന്നാരിത് പറഞ്ഞു, ഇവരിത് ചെയ്തു, അവരങ്ങനെ, ഇതെല്ലാം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന് നമ്മളെ ആ ഭാരങ്ങൾ കൊണ്ട് നിറച്ച് നമ്മൾ നേരെ നടക്കാൻ പോലും ഒക്കത്തില്ല. നമ്മൾ ഈ ഭാരം കൊണ്ട് നടക്കുന്ന പോലെയാണ്. നമുക്ക് തന്നെ ചിന്തയാ, അയ്യോ ഇതെല്ലാം വെറുതെ ആണോ, ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ. അതിന് കാരണം നമ്മുടെ മനോഭാവത്തിൻ്റെ തെറ്റാ. അത് മാറ്റിയെടുക്കണം. നമുക്ക് ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്, രോഗമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പിതാവിൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോകാമോ? പിതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വയ്ക്കുക. അത് തോളത്ത് കൊണ്ട് നടക്കണ്ട. യേശു പറഞ്ഞു, മൈ യോക്ക് ഇസ് ഈസി, മൈ ബർഡൻ ഇസ് ലൈറ്റ്. എൻ്റെ നുകം, ആ വാക്കുകൾ എനിക്ക് ഓർമ്മയില്ല, എൻ്റെ നുകം ലളിതമാണ്, ലൈറ്റാണ്.
ഈ ജീവിതത്തിലെ ഭാരവും പ്രയാസവും നമ്മൾ കൊണ്ട് നടക്കാൻ വേണ്ടി ദൈവം ഉദ്ദേശിച്ചല്ല കേട്ടോ. നമ്മൾ ദൈവമക്കളാണ്, സ്വർഗരാജ്യത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഈ ഭൂമി നമ്മൾ താൽക്കാലികമായിട്ടുള്ള കേട്ടോ. പെർമനൻ്റായിട്ടായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇവിടുത്തെ PR, ആർക്കും PR ഇല്ല കേട്ടോ. ആരും നമ്മൾ ഇവിടുത്തെ പെർമനൻറ്റ് റെസിഡൻസ് ആയിരുന്നു. പെർമനൻ്റ് ആയിരുന്നെങ്കിൽ ഈ ഒരു വലിയ ഭാരമായിരുന്നു. നമ്മളാരും പെർമനൻ്റ് അല്ല, താൽക്കാലികമായിട്ടേ ഉള്ളൂ. വിട്ടേര്. സ്തോത്രം. വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ അവിടുത്തെ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് അവർ വലിയ ഭാരമൊന്നും ഉണ്ടാകത്തില്ല. അവരുടെ ദാനം ഹൂ കെയർസ് എന്നുള്ള ചിന്താതിയാണ് അല്ലേ. അതുകൊണ്ട് പലപ്പോഴും അത് ഒന്നും ശ്രദ്ധിക്കത്തുമില്ല. കാരണം അത് നമ്മുടെ അല്ല. വിട്ടേര്. ഈ ഭൂമി, ഈ ലോകം നമുക്ക് വേണ്ടി ഉള്ളതല്ല. ഇത് നമ്മൾ താൽക്കാലികമായിട്ട് ടെമ്പററി റെസിഡൻസ് മാത്രമേ നമ്മളിവിടെ ഉള്ളൂ. PR ഇല്ല നമുക്ക് ആർക്കും. അതേ മനോഭാവത്തോടെ യേശു ആയിരുന്നുകൊണ്ട് യേശു ഇന്ന് ജീവിതത്തെ കഷ്ടതയും പ്രയാസവും വേദനയും വേറെ ഒരു സമയത്ത് ഞാനത് ഒന്ന് പഠിപ്പിക്കാം. യേശുവിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഓരോരോ കാര്യങ്ങളുടെ അതിൻ്റെ ഭാരം, അതിൻ്റെ വെയിറ്റ് ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ലിസ്റ്റുണ്ട്, ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ യേശു കഷ്ടത അനുഭവിച്ച ഒരു വ്യക്തിയാണ്. എന്നാലും ഇതെല്ലാം പിതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി നമുക്ക് ഇന്ന്, അല്ലെങ്കിൽ ഇന്ന് തൊട്ട് നമ്മളൊരു സ്വഭാവം, ഒരു ഹാബിറ്റ് ഫോം ചെയ്തെടുക്കാം. ആ പിതാവുമായിട്ടുള്ള പേഴ്സണൽ ബന്ധം, നമ്മുടെ ഭാരങ്ങളെല്ലാം പിതാവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു മനോഭാവം, ഉള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു സ്വഭാവം നമുക്ക് ഏറ്റെടുക്കാം. പിതാവിനെ പോലെ, യേശുവിനെ പോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ എങ്ങോട്ട് പോയാലും സ്വർഗരാജ്യത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി എന്നെ ദൈവം ബലപ്പെടുത്തണമെന്ന് നമുക്ക്